ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇവർക്കും സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃദിവസത്തിൻ്റെ പ്രഭാതം കൂടെ കാണുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ആയുസ്സിൽ ദൈവം നൽകിയ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. 2025 ഹോശന്ന ഞായറാണ്. ക്രിസ്തു വിശ്വാസികൾ ഏറ്റവും ആദരവോടുകൂടെ അനുഷ്ഠിക്കുന്ന ഒരു ദിനമാണ്. ഈ ദിനത്തിൽ നമുക്കും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഈ ഹോശന്ന ഞായറിൻ്റെ സന്തോഷം പങ്കിടുവാനൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. നീമതി യേശുവെ യൂട്യൂബ് ചാനലിൻ്റെ പ്രേക്ഷകരായിരിക്കും നിങ്ങളെല്ലാവർക്കും നീമതി യേശു യൂട്യൂബ് ചാനലിൻ്റെ പേരിലുള്ള ഹോശന്ന പെരുന്നാൾ ആശംസകൾ നൽകുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിനങ്ങളിലൂടെ ഇത് വെറും ഒരു ചടങ്ങായി ആചാരമായി തീരാതെ ഈ ദിനങ്ങളിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാൻ, യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ അനുകരിപ്പാൻ, ഒരു ശരിയായ അനുയായിയായി തീരുവാൻ അപ്രകാരം ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്കു ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുടഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹത്തിന്റെ ഉറവിടമേ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഏറ്റവും ധന്യമായ ഈ ദിനത്തിൽ നാഥ ദൈവമേ, ഹോശന്ന കർത്താവെ, പെരുന്നാളിന്റെ അന്ന് ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പണം ചെയ്യുന്നു. അവിടുത്തെ കൃപ ഞങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിൽ അവിടുത്തെ സാന്നിധ്യം പകരണമേ. കേൾവിക്കാരായ എല്ലാവരുടെ മേലും അവിടുത്തെ കൃപ പകരുമാറാകണമേ. യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിലെ ധ്യാനത്തിൻ്റെ ഒടുവിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. പ്രത്യേകിച്ച് കമൻറ്റ് ബോക്സിൽ എല്ലാവരും ശരിയായ ഉത്തരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം ഇതിനാൽ നിങ്ങളെ സമൃദ്ധിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനോട് കാണിക്കുന്ന താല്പര്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം പഠിക്കുക, ഗ്രഹിക്കുക, അതിൻ പ്രകാരം ജീവിക്കുക. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് കർത്താവ് നമ്മിൽ പ്രസാദിക്കുന്നത്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്താവിഷയം ഞാൻ എടുത്തിരിക്കുന്നത് കഴുതയുടെ ഭാഗ്യവും ക്രിസ്ത്യാനിയുടെ നിരാശയും എന്ന ഒരു ടൈറ്റിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരുവിനെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു വാക്യം കൂടെ, മർക്കോസ് സുവിശേഷം 11-ന്റെ 7-ാമത്തെ വാക്യത്തിൽ അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയരെ, ദൈനംദിന ജീവിതത്തിൽ എപ്പോഴെങ്കിലും നാം അവഗണിക്കപ്പെട്ടു എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ സ്വന്തം വീട്ടിലാകട്ടെ, നമ്മളെ വിവാഹം കഴിച്ച് കൊണ്ടുപോയ വീട്ടിലാകട്ടെ, നമ്മുടെ ജോലി സ്ഥലത്താകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലാകട്ടെ, എവിടെയെങ്കിലും നാം അവഗണിക്കപ്പെടുന്നു. ആരാലും നമുക്കൊരു പ്രാധാന്യം കിട്ടുന്നില്ല. ജീവിതത്തിൽ ഒതുക്കപ്പെട്ട, തകർക്കപ്പെട്ട, അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ട അനുഭവങ്ങളിലൂടെ നാം കടന്നു പോയിട്ടുണ്ടോ? ചിന്തയിലേക്ക് വരാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ യെരുശലേമിലേക്കുള്ള യാത്ര. ബൈബിൾ പറയുന്നു, യേശു യെരുശലേമിനോട് അടുത്തെത്തിയപ്പോൾ ഒലിവ് മലയ്ക്കരികെയുള്ള ബെത്കാഫയിലും ബഥാനിക്കടുക്ക് എത്തിയപ്പോൾ യേശു കർത്താവ് തൻ്റെ 2 ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുകയാണ്: നിങ്ങൾ പോയി നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് അവിടെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരുവിനെന്ന് തൻ്റെ ശിഷ്യന്മാരിൽ 2 ശിഷ്യന്മാരോട് പറയുന്നത് കാണുവാൻ സാധിക്കും. അങ്ങനെ ഈ ശിഷ്യന്മാർ പോയി ഈ കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ് ഇതിൻ്റെ ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം. എൻ്റെ ചോദ്യം ഇതാണ്: യേശു കഴുതയെ തൻ്റെ വാഹനമാക്കി തിരഞ്ഞെടുത്ത സമയം കഴുതയുടെ അവസ്ഥ എന്തായിരുന്നിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പോൾ നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് കഴുതയുടെ ഭാഗത്ത് നിന്ന് നാം ചിന്തിക്കുക. ഓക്കെ, കഴുതയുടെ ഭാഗത്ത് നമുക്ക് കഴുതയോട് ചോദിക്കാം, ഈ കഴുതയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കഴുതയുടെ
ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് പറയും, എന്നോട് ആരും ഇണങ്ങുകയില്ല, എന്നോട് കൂട്ടുകൂടുവാനായിട്ട് ആരും വരാറില്ല, ഞാൻ എല്ലാവർക്കും ഒരു അവലക്ഷണമാണ്, എല്ലാവർക്കും കൂടെ കൂട്ടുവാനും കൂടെ സഞ്ചരിക്കുവാനും ഉള്ള ഒരു ലക്ഷണമൊത്ത ഒരു മൃഗമല്ല ഞാൻ. പൈശാചികമായ തലയാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. വെറുപ്പിക്കുന്ന ഒരു ശബ്ദമാണ്, ആരും ഇഷ്ടപ്പെടാത്ത, ഇൻപമല്ലാത്ത, സ്വരമാധുര്യമില്ലാത്ത ഒരു ശബ്ദവും കൂടെയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. എന്നെ സൃഷ്ടിച്ചപ്പോൾ അലഞ്ഞു തിരിയുന്ന ചിറകുകളെ പോലുള്ള ചെവിയാണ്, മനോഹരമല്ലാത്ത ചെവിയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. മാത്രമല്ല, നീളം കൂടിയ മൂക്ക്, ആകൃതിയില്ലാത്ത കണ്ണുകൾ, കൊഴുപ്പ് കൊണ്ട് തടിച്ച കാലുകൾ. അപ്പോൾ എന്നെ ദൈവം സൃഷ്ടിച്ചത് ഇപ്രകാരമാണ്. മറ്റു ചില മൃഗങ്ങളെ പോലെ അത്ര ഏറെ ഭംഗിയൊന്നും എന്നെ കാണുവാനില്ല. ഇപ്പൊ കുതിരയെ എടുത്താലും എലിഫന്റിനെ എടുത്താലും അതുപോലത്തെ ഭംഗിയൊന്നും, ആകാര വടിവൊന്നും എനിക്കില്ല. ആരും എന്നെ കണ്ട് ആസ്വദിക്കാറുമില്ല. അങ്ങനെയെങ്കിൽ ഞാൻ എപ്പോഴും അവഗണന ഏറ്റുവാങ്ങുന്ന ഒരു മൃഗമാണ്. മാത്രമല്ല, എല്ലാവരാലും ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു ജീവിതം കൂടിയാണ്. കാരണം ആർക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം, കല്ലെടുത്തെറിയാം, എനിക്ക് വടികൊണ്ട് അടിക്കാം, ഏത് തരത്തിലും ഞാൻ അതൊക്കെ സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ സഞ്ചരിക്കുന്ന ഒരു മൃഗമാണ്. മറ്റുള്ളവരാൽ ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ അതിന് വഴങ്ങാതെ വന്നാൽ ധാരാളം അടികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു ജീവിതം. എന്നെ മനോഹരമായി ഭംഗിയുള്ളതായി ആരും കണ്ടിട്ടില്ല. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആരും എന്നെ ഉപയോഗിച്ചിട്ടുമില്ല. ഒരു നേതൃത്വ സ്ഥാനത്തിലേക്ക് വേണ്ടി ആരും എന്നെ തിരഞ്ഞെടുത്തിട്ടില്ല. എൻ്റെ പേര് പറഞ്ഞാൽ തന്നെ മറ്റെല്ലാവരും ചിരിക്കുന്ന ഒരു ജീവിതമാണ് എനിക്കുള്ളത്. എല്ലാവരും എന്നെ പുച്ഛിക്കുന്നു, പരിഹസിക്കുന്നു, കളിയാക്കുന്നു, എന്നെ ഒഴിവാക്കുന്നു. ചവറ്റുകൂനയിലേക്ക് തള്ളപ്പെട്ട ഒരു ജീവിതം. മറക്കരുത്, ഈ കഴുതയുടെ ജീവിതം ചവറ്റുകൂനയിലേക്ക് തള്ളപ്പെട്ട ഒരു ജീവിതമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴെങ്കിലും എൻ്റെ ജീവിതം കുട്ടയിലേക്ക് തള്ളപ്പെട്ട ഒരു ജീവിതമായി മാറ്റപ്പെട്ടു, അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്നവർ ഈ സന്ദേശം കേൾക്കുന്നവരിലുണ്ടോ? ഒന്ന് ഓർക്കുക അല്ലേ. ഒരുപാട് ജീവിതങ്ങൾ, അമ്മമാർ, സഹോദരിമാർ, പുരുഷന്മാർ അല്ലെ, മക്കൾ തങ്ങളുടെ ജീവിതങ്ങൾ അവഗണിക്കപ്പെട്ട അനുഭവത്തിൽ അല്ലെ, ചിലപ്പോൾ മറ്റുള്ളവരെ പോലെ ഒരു സൊസൈറ്റി നിൽക്കത്തക്ക ഭംഗിയോ അല്ലെങ്കിൽ അതിന് തക്കതായ ഒരു സ്റ്റാറ്റസോ നമുക്കില്ലായിരിക്കാം. ഒരു ജോബില്ല, അതിന് തക്ക എനിക്ക് പരിജ്ഞാനമില്ല, ലാംഗ്വേജ് ഇല്ല അല്ലെ, എനിക്ക് പരീക്ഷകളൊന്നും പാസ്സാകുവാൻ കഴിഞ്ഞിട്ടില്ല, ഒരു ചെറിയ ജോബ് പോലും എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല, ഈവൻ കിട്ടിയ ജോബിലും എനിക്ക് ശോഭിക്കുവാൻ കഴിയുന്നില്ല. ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങൾ. എവിടെയൊക്കെയോ ഞാൻ എത്തിപ്പെട്ടു എന്ന് ചിന്തിച്ചു, പക്ഷെ അവിടെയൊക്കെ ഞാൻ അവഗണനകളും പീഡനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ആരും തന്നെ അംഗീകരിക്കുന്നില്ല. ഞാൻ ഒരുപാട് പഠിച്ചു, പരിശ്രമിച്ചു, ജയിച്ചു, ചില സ്ഥാനങ്ങളിലെത്തി, പക്ഷേ എന്നെ ആരും അംഗീകരിക്കുന്നില്ല. എൻ്റെ നേതൃത്വ സ്ഥാനങ്ങൾ, എൻ്റെ അധികാരികൾ വരെ എന്നെ അവഗണിച്ച്, പുച്ഛിച്ച്, പരിഹസിച്ച്, എന്നെ സ്കോൾഡ് ചെയ്തൊക്കെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ അല്ലെ. മറുഭാഗത്ത് നാം ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം ഒരു കഴുതയെ പോലെ ആയിത്തീർന്നല്ലോ അല്ലെ. കഴുതയെ പോലെ ഒരിടത്തും എത്തിപ്പെടുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, എന്തൊക്കെ പ്രതീക്ഷകൾ. പക്ഷേ ദൈവമേ, എൻ്റെ ജീവിതം മാത്രം എന്തുകൊണ്ട് ദൈവമേ അങ്ങ് ഇങ്ങനെ പണിതു, ഇങ്ങനെ എന്നെ മെനഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ. പ്രിയമുള്ളവരെ, ഇവകളിൽ നടുവിലാണ്, ഇങ്ങനെയുള്ള ഒരു വലിയ ചിന്തകളുടെ നടുവിലാണ്, ഓർക്കണേ, ബുദ്ധിയുള്ള കഴുത പ്രതികരിക്കുന്നത്. ഇവിടെ നോക്കുക, ഈ ബുദ്ധിയുള്ള കഴുത ഇതാ പ്രതികരിക്കുകയാണ്. ബുദ്ധിയുള്ള കഴുതയ്ക്ക് ചിലത് നമ്മളോട് പറയുവാനുണ്ട്. ഇക്കഴിഞ്ഞ തൊട്ട് മുൻപ് വരെ കർത്താവായ യേശുക്രിസ്തു ഇതിനെ അഴിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ സമയത്തിന് തൊട്ട് മുൻപ് വരെ അല്ലെ, ചവറ്റുകൂനയിലേക്ക് തള്ളപ്പെട്ട ഒരു ജീവിതമായിരുന്നു കഴുതയ്ക്കുണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ ഉടനെ ഓർക്കുക, ഇത് പ്രതികരിക്കുകയാണ്.
കഴുത ശാന്തമായി അതിൻ്റെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് കാണുവാൻ സാധിക്കും, പ്രതികരിക്കുകയാണ്. അതിൻ്റെ മുഖത്ത്, അതിൻ്റെ ശരീരത്തിൽ നോക്കിയാൽ മനസ്സിലാകും ഒരു വലിയ സന്ദേശം നമുക്ക് നൽകുവാനുണ്ട്, ഒരു വലിയ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ആ സന്ദേശം എന്ന് പറയുന്നത്, എടാ മണ്ടന്മാരെ, എടാ മന്ദബുദ്ധികളെ, എൻ്റെ സമയം ഇതാ വന്നിരിക്കുകയാണ്. ആമേൻ. എൻ്റെ സമയം ഇതാ വന്നിരിക്കുകയാണ്. എനിക്കുമുണ്ട് ഒരു ജീവിതം, എനിക്കുമുണ്ട് ഒരു ജീവിതം. എന്നെ സൃഷ്ടിച്ചവൻ എന്നെ ഉപയോഗിക്കുന്ന ഒരു കാലമുണ്ട്, അതിതാ വന്നെത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. എന്നെ സൃഷ്ടിച്ചവൻ എന്നെ ഉപയോഗിക്കുന്ന ഒരു കാലം. ആമേൻ. എത്ര സന്തോഷം പ്രിയമുള്ളവരെ. ഇക്കഴിഞ്ഞ വർഷമൊക്കെ കഴുത ഒരുപക്ഷെ അത് ജനിച്ച് വർഷങ്ങൾ ഒരുപാടായി കാണും, അല്ലെ? എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ്. 10 വർഷമോ 15 വർഷമോ ഇല്ല, 5 വർഷമാകട്ടെ. ഈ 5 വർഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് നൊമ്പരങ്ങളിലൂടെ ഞാൻ കടന്നുപോയി, ഒരുപാട് ദുരിതങ്ങളിലൂടെ അവഗണനകൾ ഏറ്റുവാങ്ങി. പക്ഷേ എൻ്റെ അപ്പനെയും അമ്മയും പോലെ തന്നെ ഞാൻ അവഗണനകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ ഇന്നത്തെ ഈ ദിവസം ഇത് എൻ്റെ ദിവസമാണ്. എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ദിവസമാണ്. എൻ്റെ ജീവിതം മാറി മറിയുവാൻ പോവുകയാണ്. ആമേൻ. എൻ്റെ ജീവിതം, എന്നെ സൃഷ്ടിച്ചവൻ എന്നെ ഉപയോഗിക്കുന്ന ഒരു ദിനം. പ്രിയമുള്ളവരെ, എന്നെ സൃഷ്ടിച്ചവൻ എന്നെ ഒരു നല്ല കാര്യത്തിനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആമേൻ. ഒരു നല്ല കാര്യം ചെയ്യുവാനായിട്ട് എന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആ നല്ല കാര്യം, പ്രിയമുള്ളവരെ, ആ നല്ല കാര്യം അത് കേട്ട് എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ സന്തോഷത്തിലാണ്. ആ നല്ല കാര്യം എന്തെന്ന് അറിയണോ പ്രിയമുള്ളവരെ? ലോകത്തിൻ്റെ രക്ഷകൻ എന്നെ ഉപയോഗിക്കുകയാണ്. ഞാനിപ്പോൾ ജനത്തിൻ്റെ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ ആർപ്പിൻ മധ്യയാണ്. എന്നെ എപ്പോഴും ശകാരിച്ച് വഴക്ക് പറഞ്ഞ് അടിതന്ന് ഓടിക്കുന്നവർ എന്നെ വാനോളം പുകഴ്ത്തുകയാണ്. എനിക്ക് നടക്കുവാൻ കാൽ കീഴിൽ വസ്ത്രങ്ങൾ വിരിക്കുകയാണ്, ചില്ലിക്കൊമ്പുകൾ ഇടുകയാണ്. എല്ലാവരും എന്നെ ആദരിക്കുന്നു, എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവാണ്. ഇറ്റ് ഈസ് മൈ ലൈഫ് ടേണിംഗ് പോയിന്റ്. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് ദൈവം നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ നാളൊക്കെ ഈ കഴുതക്കുട്ടി കരുതിയിരുന്നത് തന്നോട് ആർക്കും സ്നേഹമില്ല എന്ന്, തന്നെ ആർക്കും വേണ്ട എന്നാണ് ഈ കഴുതക്കുട്ടി കരുതിയിരുന്നത്. ഇപ്പോൾ തന്നെ തേടി തന്റെ രക്ഷകൻ വന്നിരിക്കുകയാണ്. തന്നെ തേടി തന്നെ സൃഷ്ടിച്ചവൻ വന്നിരിക്കുകയാണ്, തന്നെ ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആരും ദൈവസന്നിധിയിൽ നിന്നും വിദൂരത്തല്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്നും ആരും വിദൂരത്തിലല്ല എന്ന് മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ കാണുന്നു, ദൈവം നിങ്ങളെ അറിയുന്നു. കാരണം നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാകുന്നു എന്ന സത്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുതേ. കഴുത പറയുകയാണ്, എല്ലാവരാലും വെറുക്കപ്പെട്ട കഴുതയായി എന്നെ യേശു തിരഞ്ഞെടുത്തപ്പോൾ എല്ലാവരും ആർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്താൽ കഴുത സ്നേഹിക്കപ്പെടുന്നു. കഴുതയായ ഞാൻ ദൈവത്തിന്റെ മുൻപിൽ വിലപ്പെട്ടതാണ് എന്ന ചിന്ത, എന്ന ബോധ്യം എനിക്ക് വന്നു. തൊട്ട് മുൻപ് വരെ എനിക്ക് ആ ചിന്തയില്ലായിരുന്നു. എൻ്റെ ദൈവം ഇങ്ങനെ ഇത്രയും ഹീനമായി മോശമായി എന്നെ സൃഷ്ടിച്ചു, ആരും ഉപയോഗിക്കാതെ വണ്ണം എന്നെ സൃഷ്ടിച്ചു. എൻ്റെ ജീവിതം ഇങ്ങനെ നരകയാതനയിലൂടെ കഴിക്കുവാനാണല്ലോ ദൈവമേ എന്ന് ചിന്തിച്ച സമയമായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്നെ സൃഷ്ടിച്ചതിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് ഈ കഴുതക്കുട്ടി മനസ്സിലാക്കുകയാണ്. ദൈവത്തിന് എന്നിലൊരു പദ്ധതി ഉണ്ട് എന്ന തിരിച്ചറിവ് കഴുതയ്ക്കുണ്ടാകുകയാണ്. പ്രിയമുള്ളവരെ, ഈ 4 രഹസ്യങ്ങളാണ് ബുദ്ധിയുള്ള കഴുത തനിക്കുള്ളിൽ സൂക്ഷിക്കുന്നത്. ഈ കഴുതയോട് ചോദിച്ചാൽ ഈ 4 കാര്യങ്ങൾ പറയും. പ്രിയമുള്ളവരെ, എല്ലാവരാലും വെറുക്കപ്പെട്ട കഴുതയായ എന്നെ യേശു തിരഞ്ഞെടുത്തപ്പോൾ യേശു എന്നെ തിരഞ്ഞെടുത്തപ്പോൾ എല്ലാവരും സ്തുതിക്കുകയാണ്, എല്ലാവരും എന്നെ പുകഴ്ത്തുകയാണ്. 2, ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ ഞാൻ സ്നേഹിക്കപ്പെടുന്നു. 3, കഴുതയായ ഞാൻ ദൈവത്തിന് മുമ്പിൽ വിലപ്പെട്ടതാണ് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. 4, തന്നെ സ്നേഹിച്ചതിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, പദ്ധതിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയമുള്ള ദൈവ പൈതലേ, ഇന്ന് ഈ ഹോസന ഞായറിൻ്റെ അന്ന് നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ്? ദൈവത്തിൻ്റെ there is a message for you. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് വിദൂരത്തിലല്ല, ദൈവദൃഷ്ടിയിൽ നിന്ന് നിങ്ങൾ അകലത്തല്ല. പ്രിയമുള്ളവരെ, നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളെ അറിയുന്നുണ്ട്, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം അറിയുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതികളെ നോക്കിക്കാണുന്ന ഒരു ദൈവമുണ്ട്. നീ ഇനിയൊരു കഴുതയല്ല, അവഗണിക്കപ്പെട്ട കഴുതയല്ല.
പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സമയം ഇതാ വരികയാണ്. നിനക്കുള്ള സമയം ഇതാ ദൈവം കൊണ്ടുവരികയാണ്. നിന്നെ തേടി വരുന്ന ഒരു രക്ഷകൻ, നിന്നെ സൃഷ്ടിച്ചവൻ നിന്നെ തേടി വരുന്ന, നിന്റെ സാഹചര്യങ്ങളെ തേടി വരുന്ന ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതികരണം എന്താണ്? പ്രിയരെ, നമ്മെ സൃഷ്ടിച്ചത് ദൈവമാണ്. ഈ വിശ്വാസം നമ്മൾ ഒരിക്കലും നാം നഷ്ടമാക്കരുത്. എന്നെ നിങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, ചില വേളകളിൽ നാം ചിന്തിക്കാം, അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെയാണല്ലോ, മറ്റൊരാളിനെ പോലെ എനിക്ക് ആകുവാൻ കഴിയുന്നില്ല, അവിടെ സ്ഥിതിയൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നുവല്ലോ, എൻ്റെ ദൈവമേ ഇനി എങ്ങനെ, എൻ്റെ ലൈഫ് ഇനി എങ്ങനെയാണ്? അല്ലേ, ഈ കഴുത ചിന്തിച്ച് കാണാം. അല്ലേ, കുതിരയുടെ ലൈഫൊക്കെ നോക്കുമ്പോൾ കുതിരയെ ഒരുപാട് പേർ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെ, പലതിനും പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കഴുത ചിന്തിച്ച് കാണും, അയ്യോ ഞാനും അതിനെപ്പോലുള്ള ഒരു മൃഗം തന്നെയാണ്. എനിക്ക് കൈകാലുകളുണ്ട്, കണ്ണുകളുണ്ട്, തലയുണ്ട്, ഒരു ശരീരമുണ്ട്. ചില സമയത്തൊക്കെ സാമ്യമായ ഒരു ശരീരമാണ്, കുതിരയെ പോലെ സാമ്യമായ ഒരു ശരീരമൊക്കെയാണ് തന്നിക്കുന്നത്. പക്ഷെ എന്തോ ചില ബലഹീനതകൾ, എന്തോ ചില കുറവുകൾ ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ ആ കുതിരയ്ക്ക് കൊടുത്തത് എനിക്ക് തന്നിട്ടില്ല, കുതിരയ്ക്ക് നൽകിയതിൽ ഏതോ ഒന്ന് എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ശോഭിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇനി എനിക്കൊന്നും പ്രതീക്ഷിക്കുവാനില്ല. എനിക്കെല്ലാം നിരാശകൾ മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി പ്രതീക്ഷിക്കുവാൻ ഒന്നുമില്ല. ഇതോടെ എൻ്റെ ജീവിതം അവസാനിക്കുവാൻ പോവുകയാണ്. എല്ലാം അല്ലെങ്കിൽ തകർന്ന് തീരുവാൻ പോവുകയാണ്. എരിഞ്ഞ് തീരുവാൻ പോകുന്ന ഒരു വിളക്കായി ഞാനിവിടെ തീരുവാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എത്രയോ തവണ പ്രിയമുള്ളവരെ ഇപ്രകാരം നാം ചിന്തിച്ചിട്ടില്ലേ? ബട്ട് ബൈബിൾ സേസ്, ദൈവം പറയുന്നു, നിന്റെ ജീവിതത്തിലൊരു വഴിത്തിരിവുണ്ടാകും. ആമേൻ. നിന്റെ ജീവിതത്തിലൊരു വഴിത്തിരിവുണ്ടാകും. നിന്നെ തേടി വരുന്ന ഒരു രക്ഷകൻ, അങ്ങനെ ഒരു ദിനമുണ്ടാകും. രക്ഷകൻ നിന്നെ തേടി വരുന്ന ഒരു ദിനമുണ്ടാകും. രക്ഷകൻ നിന്നെ ഉപയോഗിക്കുന്ന ഒരു ദിനമുണ്ടാകും. രക്ഷകൻ നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുന്ന ഒരു ദിനമുണ്ടാകും. ബിലീവ് ഇൻ ഹിം. കാരണം നിന്നെ സൃഷ്ടിച്ചത് ദൈവമാണ്. ഹല്ലേലൂയ, ആമേൻ. നിന്നെ സൃഷ്ടിച്ചത് ദൈവമാണ്. നിന്റെ കുടുംബത്തെ പണിതത് ദൈവമാണ്. നിന്റെ തലമുറകളെ സൃഷ്ടിച്ചത് ദൈവമാണ്. പ്രിയമുള്ളവരെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിലൊക്കെ ദൈവത്തിന് നിങ്ങളെ കരുതുവാൻ കഴിയും. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയും. ഇന്നത്തെ പ്രതിസന്ധികളെല്ലാം മാറ്റും. പ്രിയമുള്ളവരെ, നമ്മുടെ നിരൂപണങ്ങൾ വ്യർത്ഥരാകാതെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുവൻ, ദൈവത്തെ മുറുകെ പിടിക്കുവൻ. എന്നെ സൃഷ്ടിച്ചത് ദൈവമാണ്. ആമേൻ. കുതിരയെ സൃഷ്ടിച്ച ദൈവം, ആനയെ സൃഷ്ടിച്ച ദൈവം, സിംഹത്തെ സൃഷ്ടിച്ച അതേ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. ആ ദൈവം എന്തുകൊണ്ട് എന്നെ ഉപയോഗിക്കുകയില്ല? ദൈവം എന്നെ കഴുതയായി എന്നെ സൃഷ്ടിച്ചുവെങ്കിൽ എന്നെക്കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട്. ആമേൻ. അല്ലെങ്കിൽ എന്നെ സൃഷ്ടിക്കുകയില്ലായിരുന്നു. അല്ലെങ്കിൽ ദൈവത്തിന് ആനയെ കൊണ്ടും അതുപോലെ കുതിരയെ കൊണ്ടും തൃപ്തിപ്പെടാമായിരുന്നു. എന്നെ സൃഷ്ടിച്ചു എങ്കിൽ ആ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. പക്ഷേ ആ സമയം വരെ കാത്തിരിക്കുക, ക്ഷമയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ കാത്തിരിക്കുക. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല, ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഈ ഹോശന്ന പെരുന്നാൾ യെരൂശലേമിലേക്കുള്ള യാത്രാമധ്യേ ഒരു വലിയ സന്ദേശമാണ് കർത്താവ് ലോകത്തിന് നൽകിയത്. കഴുതക്കുട്ടിയെ തിരഞ്ഞെടുക്കുന്നതിലൂടെ പ്രിയമുള്ളവരെല്ലാവരും ഹീനമായി കരുതുന്ന, മോശപ്പെട്ട അനുഭവത്തിൽ തള്ളപ്പെട്ടിരുന്ന ഒരു മൃഗത്തെ കർത്താവ് തിരഞ്ഞെടുക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ രക്ഷകൻ, ദൈവത്തിൻ്റെ പുത്രൻ, പാപം ചെയ്ത് ഹീനമായി പാപത്തിനാൽ അടിമപ്പെട്ട് ബന്ധനത്തിലായിരിക്കുന്ന, ചേറ്റിൽ കഴിയുന്ന എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുക്കുവാൻ വന്ന ആ വലിയൊരു മെസ്സേജ് ദൈവം നമുക്ക് ഈ ദിനത്തിൽ തരികയാണ്. അതേ പ്രിയമുള്ളവരെ, നാം കുറവുള്ളവരാകാം, നാം പാപികളാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങളുണ്ട്, പാപക്കറകളുണ്ട്. ഇതൊക്കെ കഴുകി നമ്മെ വിടുവിക്കുവാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. പ്രിയമുള്ളവരെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ആർക്കും എത്തുവാൻ കഴിയുകയില്ല. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. ഈ വചനങ്ങളൊക്കെ ദൈവം നമുക്ക് നൽകുന്നതാണ്. നമ്മെ വിശുദ്ധീകരിക്കുവാൻ ദൈവം സന്നദ്ധനാണ്. നാം ഒരുക്കമാണോ പ്രിയമുള്ളവരെ? ആമേൻ. നാം ഒരുക്കമാണോ? 2 ശിഷ്യന്മാർ യേശുവിൻ്റെ വാക്ക് കേട്ട് വന്ന് ഈ കഴുതക്കുട്ടി അഴിക്കുമ്പോൾ ഈ കഴുതക്കുട്ടി വിസമ്മതം പ്രകടിപ്പിക്കുന്നില്ല, അത് തിരിച്ചോടുവാൻ ശ്രമിക്കുന്നില്ല, അത് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ശിഷ്യന്മാരോടൊപ്പം തന്നെ അത് വളരെ വിനയത്തോടുകൂടെ നടന്നു പോവുകയാണ്. എവിടേക്കാണ് പോകുന്നത്? കർത്താവായ യേശുവിൻ്റെ അടുക്കിലേക്ക്, ദൈവപുത്രൻ്റെ അടുക്കിലേക്ക്, തന്നെ സൃഷ്ടിച്ചവൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, കാലം കുറയായില്ലേ ദൈവവചനം നാം കേൾക്കുന്നത്, നാം പാട്ട് പാടുന്നത്, ആരാധിക്കുന്നത്, വേദപുസ്തകം വായിക്കുന്നത്? എപ്പോഴെങ്കിലും ഈ വേദപുസ്തകം പ്രിയമുള്ളവരെ നമ്മെ കെട്ടഴിച്ച് നമ്മെ സൃഷ്ടിച്ചവൻ്റെ അടുക്കലോളം കൊണ്ടെത്തിക്കുന്ന ഒരനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ പ്രിയമുള്ളവരെ?
ബൈബിൾ റീഡ് ചെയ്യുമ്പോൾ, ഒരു സെർമൺ കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ നമ്മുടെ പാപമാകുന്ന ബന്ധനങ്ങൾ നമ്മെ അഴിച്ച് ഈ വേദപുസ്തകത്തിലെ വചനം നമ്മെ ദൈവത്തിൻ്റെ അടുക്കലോളം, രക്ഷകന്റെ നമ്മെ സൃഷ്ടിച്ചവൻ്റെ അടുക്കലോളം എത്തിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇല്ല എങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് അങ്ങനെ ഉണ്ടാകണം പ്രിയമുള്ളവരെ. അതേ വേദപുസ്തകം വായിക്കുന്നവൻ്റെ കെട്ടുകൾ അഴിയണം പ്രിയമുള്ളവരെ. പാപബന്ധനത്തിലുള്ള കെട്ടുകൾ അഴിയണം. ക്രിസ്തുവിൻ്റെ സൃഷ്ടിച്ചവൻ്റെ അടുക്കലോളം ചെല്ലണം പ്രിയമുള്ളവരെ. ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനുഭവങ്ങളൊക്കെ അവർ മോചിതരാകണം, ബന്ധനങ്ങളിൽ നിന്ന് അഴിക്കപ്പെടണം പ്രിയമുള്ളവരെ. അതിനായി നാം കേൾക്കുന്ന സെർമണുകൾ, വചനങ്ങൾ, നമ്മുടെ ആരാധനകൾ നമ്മുടെ കെട്ടഴിക്കുന്ന പാപത്തിൻ്റെ ചങ്ങലകൾ തകർത്ത് നമ്മുടെ ഹൃദയത്തെ ദൈവത്തോട് അടുപ്പിക്കുന്ന ജീവിക്കുന്ന ആരാധനകളായി മാറണം, വചനങ്ങളായി മാറണം, പ്രസംഗങ്ങളായി മാറണം പ്രിയമുള്ളവരെ. ദൈവം എക്കാലത്തും ആഗ്രഹിക്കുന്നത്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം പഠിക്കുമ്പോൾ, താൻ സൃഷ്ടിച്ച തൻ്റെ ജനം തന്നോടൊപ്പമായിരിക്കണം, തന്നോടൊപ്പം സഞ്ചരിക്കണം, തന്നെ അനുഗമിക്കണം, തൻ്റെ വാക്ക് കേൾക്കണം പ്രിയമുള്ളവരെ. അങ്ങനെ കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ നാം ബുദ്ധിയുള്ളവരായി മാറുകയാണ്, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് മാറുകയാണ് പ്രിയമുള്ളവരെ. അങ്ങനെ ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക പ്രിയമുള്ളവരെ. കർത്താവ് നിങ്ങളെ കൈവിടുകയില്ല. കർത്താവ് നിങ്ങളെ വെറുതെയല്ല, ഒരു പ്രയോജനമില്ലാതെയല്ല ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ. ദർ ഇസ് എ പർപ്പസ് ഓൺ യു. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഒരു കാര്യം ഓർക്കുക, എനിക്ക് ഡോക്ടറാകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന നീ ഡോക്ടറാകണമെന്നല്ല. ഓർക്കണേ പ്രിയം, ചിലപ്പോൾ ചെറിയ ബിസിനസ്മാൻ ആകാം, ചിലപ്പോൾ ഒരാളുടെ ജീവിതത്തിൻ്റെ ഒരു കൈ താങ്ങ് കൊടുക്കുവാൻ വേണ്ടി ആയിരിക്കാം ദൈവം നിന്നെ സൃഷ്ടിച്ചത് പ്രിയമുള്ളവരെ. നമ്മുടെ ചിന്തകളിലാണ് നമുക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മുടെ ചിന്തകളിലാണ്. അയ്യോ, ഞാൻ ആനയെ പോലെ ഉപയോഗിക്കപ്പെടുന്നില്ലല്ലോ, ഞാൻ കുതിരയെ പോലെ ഉപയോഗിക്കപ്പെടുന്നില്ലല്ലോ, ഞാൻ മറ്റ് മൃഗങ്ങളെ പോലെ, ജന്തുക്കളെ പോലെ ഉപയോഗിക്കപ്പെടുന്നല്ലോ. ഈ ഒരു വിങ്ങൽ, ഈ ഒരു തേങ്ങൽ എത്ര നാളിങ്ങനെ ചുമക്കും? മരണം വരെ ചുമക്കുവാൻ വിധിക്കപ്പെട്ടവരാണോ നിങ്ങൾ പ്രിയമുള്ളവരെ? പ്രിയമുള്ളവർ, അതിൽ നിന്ന് പുറത്തു വരിക. അങ്ങനെയുള്ള ചിന്താ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരിക പ്രിയമുള്ളവരെ. ദൈവം പറയുന്നു, നിന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു വിശിഷ്ടമായ പദ്ധതിക്ക് വേണ്ടിയാണ്. ചിലപ്പോൾ ഒരു കുടുംബത്തിന് വേണ്ടിയായിരിക്കാം ദൈവം നിന്നെ സൃഷ്ടിച്ചത്. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് കൈത്താങ്ങായിരിക്കാനാകാം. ചിലപ്പോൾ കർത്താവിൻ്റെ ഒരു ശിഷ്യന് ഒരു ബലമായിരിക്കുവാനാകാം. അവനെ കരുതുവാൻ, അവളെ കരുതുവാൻ വേണ്ടിയാകാം ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് പ്രിയമുള്ളവരെ. ചിലപ്പോൾ ഒരു കുഞ്ഞു പൈതലിൻ്റെ ജീവിതത്തെ അതിൻ്റെ പഠന മേഖലയിൽ അതിനെ സഹായിക്കുവാനാകാം. ചിലപ്പോൾ രോഗിയെ സഹായിക്കുവാനാകാം. ചിലപ്പോൾ ചിലക്ക് കൊച്ചു മെഡിസിൻ വാങ്ങിക്കൊടുത്ത് സഹായിക്കുവാനാകാം. നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു പുണ്യപ്രവൃത്തി ചെയ്യുവാൻ ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. എല്ലാവരെയും അതിനല്ല സൃഷ്ടിച്ചത് പ്രിയമുള്ളവരെ. ഓരോരുത്തരെ അതത് മേഖലയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ. നിന്നെ തേടി വരുന്ന ഒരു കർത്താവുണ്ടല്ലോ. ഇന്നത്തെ ഈ സന്ദേശം വഴി, ഈ തിരുവചനത്തിലൂടെ പ്രിയമുള്ളവരെ, നിങ്ങളെ കർത്താവ് തേടി വരികയാണ്. നിങ്ങളെ ഉപയോഗിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണോ? ഈ കെട്ടഴിക്കുമ്പോൾ തന്നെ ഈ ബന്ധനക്കെട്ടുകൾ, നിങ്ങളുടെ ഈ ധാരണ, നമ്മുടെ ജീവിതത്തിലുള്ള മുൻധാരണകളാകുന്ന കെട്ടുകൾ ദൈവം അഴിക്കുമ്പോൾ നിങ്ങൾ വിനയത്തോടെ, നിങ്ങൾ പ്രാർത്ഥനയോടെ ഈ നിങ്ങളെ സൃഷ്ടിച്ചവൻ്റെ അടുക്കലോളം ചെല്ലുവാൻ നിങ്ങൾ ഒരുങ്ങുമോ പ്രിയമുള്ളവരെ? ഒരുക്കമുള്ളവരാണോ? ചിന്തിച്ച് നോക്കുക ഈ പ്രഭാതത്തിൽ. ഇപ്പോൾ ഈ കഴുത പറയുകയാണ്, ജനം എന്നെ കല്ലെറിയട്ടെ. ഈ കഴുതയ്ക്കിപ്പോൾ പറയുവാൻ ഒരു മെസ്സേജ് ഉണ്ട് പ്രിയമുള്ളവരെ. എന്നോടും നിങ്ങളോടും പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട് ഈ പ്രഭാതത്തിൽ. കഴുത പറയുകയാണ്, ഈ ജനം തന്നെ കല്ലെറിയട്ടെ, ഈ ജനം എന്നെ പരിഹസിക്കട്ടെ, ഈ ജനം തന്നെ താഴ്ത്തിക്കെട്ടട്ടെ, ഈ ജനം തന്നെ തള്ളിക്കളയട്ടെ. എനിക്ക് പരാതിയില്ല, എനിക്ക് സങ്കടമില്ല. ആമേൻ. ഇപ്പോൾ പ്രിയമുള്ളവരെ, കഴുതയുടെ നിലപാടുകൾ മാറുകയാണ്, അതിൻ്റെ ചിന്തകൾ മാറുകയാണ്. ഇനി എനിക്കൊരു പരിഭവമില്ല, എനിക്കൊരു പ്രയാസമില്ല. കാരണം ഞാനിപ്പോൾ മനസ്സിലാക്കി, എന്നെ ദൈവം ഉപയോഗിച്ചതിലൂടെ എനിക്ക് ദൈവത്തിൽ ഒരു സ്ഥാനമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ആരും ഒരിക്കലും ഉപയോഗിക്കാത്ത എന്നെ ദൈവമായ ക്രിസ്തു, സമാധാനത്തിൻ്റെ രാജാവ് ഉപയോഗിച്ചത്. ആമേൻ. സമാധാനത്തിൻ്റെ രാജാവ് ഇതാ ഈ കഴുതക്കുട്ടിയാകുന്ന വാഹനത്തിന്മേൽ അവൻ നടന്നു നീങ്ങുകയാണ്. ബുദ്ധിയുള്ള കഴുത, അത് ദൈവത്തിൻ്റെ സൃഷ്ടി പ്രിയമുള്ളവരെ. ബുദ്ധിയുള്ള കഴുത, അത് ദൈവത്തിൻ്റെ സൃഷ്ടി. ഒന്ന് ചിന്തിച്ച് നോക്കുക പ്രിയമുള്ളവരെ. ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് വിശ്വസ്തരായിരിക്കാൻ കഴിയുന്നുണ്ട് പ്രിയമുള്ളവരെ. നാം പലപ്പോഴും നിരാശയാണ്. ക്രിസ്ത്യാനിക്ക് എപ്പോഴും നിരാശയാണ്. എന്തുകൊണ്ടാണ് നാം നിരാശപ്പെടുന്നത്? എന്തുകൊണ്ടാണ് തളർന്നു പോകുന്നത്? ദൈവം നിങ്ങളെ കാണുന്നില്ലേ? ദൈവം നിങ്ങളെ അറിയുന്നില്ലേ? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ? ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുന്നില്ലേ പ്രിയമുള്ളവരെ? യെസ്,
There's a time for you. There's a day for you. നിങ്ങൾക്ക് വേണ്ടി ഒരു സമയമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസമുണ്ട്. ഇറ്റ് ഈസ് കമ്മിങ്. ഇറ്റ്സ് ക്ലോസ് ടു യു. നിങ്ങളോട് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ദിനം, ആ സമയം നിങ്ങളോട് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇറ്റ് ഈസ് കമ്മിങ്. പ്രിയമുള്ളവരെ, നിരാശപ്പെടരുത്. നിങ്ങൾ നിരാശപ്പെടുന്ന ഒരു ക്രിസ്ത്യാനി ആകരുത്. ബുദ്ധിയുള്ള ഒരു കഴുതയായിരിക്കുക. ആമേൻ. ബുദ്ധിയുള്ള കഴുതയായിരിക്കുക. ഇപ്പോൾ നിങ്ങൾ പറയേണ്ടതാണ്, കഴുത ഒടുവിലായിട്ട് പറഞ്ഞില്ലേ പ്രിയമുള്ളവരെ, എൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് വായിച്ചെടുത്തതാണ് പ്രിയമുള്ളവരെ. ജനം എന്നെ പരിഹസിക്കട്ടെ, എന്നെ കല്ലെറിയട്ടെ, എന്നെ അവഗണിക്കട്ടെ, എനിക്ക് സാരമില്ല, എനിക്ക് പരിഭവമില്ല, എനിക്ക് എൻ്റെ ദൈവത്തിലൊരു സ്ഥാനമുണ്ട്. ദൈവിക പദ്ധതിക്കായി ഉപയോഗിക്കേണ്ട സമയത്ത് ദൈവം എന്നെ ഉപയോഗിക്കും. ആമേൻ. തക്ക സമയത്ത് ദൈവം എന്നെ ഉപയോഗിക്കും. പ്രിയമുള്ളവരെ, ആ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. ഈ ഹോസന്ന ഞായർ അപ്രകാരം നമുക്ക് ധന്യമാക്കി തീർക്കാം. എല്ലാവരും സന്തോഷമുള്ളവരായിരിക്കും, എല്ലാവരും ആനന്ദമുള്ളവരായിരിക്കും. നാം ആരാധിക്കുന്നത് ജീവിക്കുന്ന ക്രിസ്തുനാഥനെ, ജീവനുള്ള കർത്താവ്, നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ്. എല്ലാവർക്കും പ്രിയമുള്ളവരെ വിശ്വസ്തരായിരിക്കാം, വിശുദ്ധിയുള്ളവരായിരിക്കാം. ദൈവം നമുക്ക് തരാൻ പോകുന്ന ആ ദിവസത്തിനായി കാത്തിരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചത് ആരായിരുന്നു? കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചത് ആരായിരുന്നു? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹീതമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതിലൂടെ അവരും ദൈവസ്നേഹം അനുഭവിപ്പാൻ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ നിങ്ങളിലൂടെ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമീൻ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ലോകമെമ്പാടും ഇന്ന് ഹോസന്ന ഞായർ ആചരിക്കുമ്പോൾ, അനുഷ്ഠിക്കുമ്പോൾ ഞങ്ങൾക്കും പ്രിയ പിതാവേ അങ്ങയുടെ സന്നിധിയോളം കടന്നു വന്ന ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം നാഥ. ഒരു കഴുതയുടെ ജീവിതം, അതിൻ്റെ ശരീരഭാഷ മനസ്സിലാക്കിക്കൊണ്ട് ചില ചെറു ചിന്തകളെ ഈ പ്രഭാതത്തിൽ ദൈവം ഞങ്ങൾക്ക് നൽകിയല്ലോ. കർത്താവ് എത്ര വലിയവൻ, മഹോന്നതൻ. സ്തോത്രം പിതാവേ. അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്ന പിതാവേ, ഞങ്ങൾക്കും ഒരു ദിവസമുണ്ട്. സ്തോത്രം. ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്ന ഒരു ദിവസം, ഞങ്ങളെ സൃഷ്ടിച്ച ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്ന ഒരു ദിവസം. ആ ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അതിനായി ഞങ്ങളെ ഒരുക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ആയുസ് ദൈവ നാമമഹത്വത്തിനായി ചെലവഴിപ്പാൻ അന്ത്യത്തോളം കർത്താവ് കാത്ത് സഹായിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം, തിരുരാജ്യം വരണം, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളി. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപാനുഗ്രഹം, നന്മ നിങ്ങളേവരോട് ഇന്നും എന്നും സർവദാ സദാകാലം കൊണ്ടിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ കഴുതയുടെ ശരീരഭാഷ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾക്കായി ഒരു ദിവസമുണ്ട്. നിങ്ങളെ തേടി വരുന്ന ഒരു രക്ഷകൻ. നിരാശപ്പെടരുത്. നിരാശപ്പെടുന്ന ക്രിസ്ത്യാനിയാകാതെ ബുദ്ധിയുള്ള ഒരു കഴുതയായി മാറുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.